all, so hope you're doing well. So welcome back to my YouTube channel. So ഇന്ന് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും മുതിരക്കറിയൊക്കെ ആയിരുന്നു. കുറച്ച് തള്ളാനെന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ഒക്കെ ആയിട്ട് ഒരു ചെറുതായിട്ടൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം, സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ. സ്പെഷ്യലാണ് ബിരിയാണി. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ പുട്ട് തിന്ന് അപ്പം തന്നെ ഈ അടുത്ത ബിരിയാണി നോവേ ഗൈസ്. പുട്ട് തിന്ന് 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബിരിയാണി തിന്നത്. കാരണം 3 മണിക്കാണ് ബിരിയാണി തിന്നത്. ഓക്കെ, സോ പിന്നെ ഉണ്ണീൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും വിഷൊക്കെ ആക്കുക. പിന്നെ പിച്ച് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സൺഡേ അല്ലേ, അപ്പോൾ നല്ല മഴ, എവിടെ ഇല്ലാത്ത മഴയായിരുന്നു ഇന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. സോ അപ്പോൾ അങ്ങനെ മഴയൊക്കെ ചോറിൻ്റെ ശേഷം നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല ഹെവി ഷോപ്പിംഗ്, അങ്ങനെയൊന്നുമല്ല. കാരണം കുറച്ചധികം സാധനങ്ങൾ നമ്മൾ പെൻസിൽ, ബുക്ക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ, പിന്നെ സ്കൂള് യൂണിഫോം വന്നിട്ടിട്ടല്ല ഫസ്റ്റ് ഡേ പോവുക, കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോവാം. പിന്നെ ഇതാണ് എൻ്റെ പഴയ ബാഗ്. ഇപ്പോൾ ഞാൻ പുതിയ കടയിൽ നിന്ന് വാങ്ങിച്ച ഇതാണ് എൻ്റെ പുതിയ ബാഗ്. സോ നല്ല അടിപൊളി ആസ്തെറ്റിക് പിൻട്രസ്റ്റ് എന്നൊക്കെ പറയാമല്ലോ, അടിപൊളിയായിരുന്നു. പക്ഷേ ചളിയാവട്ടെ ബാഗും, നല്ല പോക്കറ്റ് പൗച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിപൊളി പിൻട്രസ്റ്റ് ബാഗ് വാങ്ങിച്ചതിൽ മെയിൻ ഒന്നാണ്. പിന്നെ വെള്ളം ഉണ്ടായിട്ടും വെള്ളം കൊടുക്കില്ല എന്നുള്ളൊരു പരാതി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്ടർ ബോട്ടിൽ വാങ്ങി. അത് ഒരു ഹെവി വാട്ടർ ബോട്ടിൽ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി വെച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ ഉള്ളൂ. പിന്നെ ഒരു ടിഫിൻ ബോക്സ്, സാധാരണ ടിഫിൻ ബോക്സ് ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലുതാണ് വാങ്ങാറ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറുതാക്കി. പിന്നെ കുറച്ച് നോട്ട് ബുക്സും, അപ്സരൻ്റെയാണ് ഞങ്ങൾ പെൻസിൽ എപ്പോഴും വാങ്ങാറ്. പിന്നെ ഒരു ജിയോമെട്രി ബോക്സും വാങ്ങി. പിന്നെ കുറച്ച് പെന്നും വാങ്ങി. പിന്നെ കുറച്ച് ഹൈലൈറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഷോപ്പിങ്ങൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻ്റ് ആക്കുക. പിന്നെന്താ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ നിങ്ങൾ കമൻ്റ് ആക്കിട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള പഠിപ്പിക്കലൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പ്രഹസനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉണ്ണീൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ അന്നെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസൊക്കെ വെക്കാണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച ബോട്ടിൽ. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ഫോട്ടോ നോക്കിയാൽ അത് കഴിഞ്ഞിട്ട് നേരെ ഇതിലേക്ക് വരുമ്പോഴേ അത് രണ്ടും സെയിമായി പോലെ തോന്നി. പിന്നെ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പാക്കൊക്കെ ഇടാൻ വിചാരിച്ചു, അതും കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ട്രെൻഡാണല്ലോ ഈ റൈസ് കഴുകിയിട്ട് അതിങ്ങനെ തിളപ്പിച്ചിട്ട് അത് മിക്സിൻ്റെ ഇതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഹണിയും കൂടെ വെച്ചിട്ടുള്ള പാക്ക് ഞാൻ ട്രൈ ആക്കി, അടിപൊളിയാണ്. പിന്നെ ഞാൻ മോർണിംഗിൽ ഇടാൻ വേണ്ടിയിട്ട് അയൺ ചെയ്യായിരുന്നു ഡ്രസ്സസൊക്കെ. സോ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ 1 മണി വരെ ഉള്ളൂ. പക്ഷേ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ മെസ്സേജ് വരുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം 10:30 ചെല്ലണം, അവിടെ ഇങ്ങനെ കുട്ടികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും, സ്കൂൾ പരിചയപ്പെടുത്തലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇതൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങളതൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ആക്കുക. സോ ഗൈസ്, അപ്പോൾ എല്ലാ +1 സ്റ്റുഡൻസിനും ഒക്കെ ആയിട്ടും ഹാപ്പി ജേർണി. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മോർ വീഡിയോസ് ആൻഡ് ബൈ ബൈ.